നല്ല സുഖമുള്ള ഏർപ്പാടല്ലേ. അതെ, ജീവിക്കുന്നെങ്കിൽ ഇത് ഇങ്ങനെ ജീവിക്കണം. മതിയോ? മതി 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 മതി. ആ മതി മതി. ഇനിതാ ഞാൻ ഒഴിക്കാം രഘുവേട്ടാ. ഇതൊക്കെ അമ്പിളി ചെയ്തോളാവേ. വെള്ളം ദേ. അയ്യോ അയ്യോ അയ്യോ, ഇത്ര മതിയല്ലോ. അതൊക്കെ മതി. വെള്ളം ഇത് മതിന്നേ. മതി, എനിക്ക് വെള്ളം മതി. വെള്ളം മതി രഘുവേട്ടാ. ഞാനേ വെള്ളം അധികം ഉപയോഗിക്കാറില്ല. അപ്പൊ നമുക്ക് cheers. 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 രഘുവേട്ടാ, രഘുവേട്ടാ. അതെ, രഘുവേട്ടനി എന്നോട് കാണിക്കുന്ന സ്നേഹമുണ്ടല്ലോ, ഇതെന്നും എനിക്ക് കിട്ടണം. എന്റെ അമ്പിളി, ഞാൻ നിന്നെ എപ്പോഴും ഒരുപോലെ സ്നേഹിക്കുന്നേ. നിനക്കത് മനസ്സിലാവാഞ്ഞിട്ടാ. അത് വെറുതെ. രഘുവേട്ടൻ എപ്പോഴെങ്കിലും ഇന്നിവിടെ ആഹാരം ഒന്നും വെക്കണ്ട അമ്പിളി, നീ ഇന്ന് റെസ്റ്റ് എടുത്തോ, കഴിക്കാനുള്ളതൊക്കെ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരും എന്ന് പറഞ്ഞ് ഇതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ടോ? ഉണ്ടോ ഉണ്ടോ? പറ. അതിപ്പോ നീ ഇന്ന് രാവിലെ തന്നെ അടിച്ച് ഫിറ്റായി പോയോണ്ടല്ലേ അമ്പിളി. എന്നാ പിന്നെ ഇനി എന്ന് രാവിലെ ഞാൻ അടിച്ച് ഫിറ്റാവാം. തമാശ. ഇന്നലത്തെ പോലെ നീ കൊളാക്കാൻ നിൽക്കല്ലേ. ആ എടി, നമുക്ക് ഈ പരിപാടി ഇന്നത്തോടെ അങ്ങ് നിർത്താം. എന്താ? അതെ, രഘുവേട്ടൻ നിർത്തിയ ഞാനും നിർത്തും, രഘുവേട്ടൻ കുടിച്ചാ ഞാനും കുടിക്കും. എന്തു പറയുന്നു? അതെങ്ങനെയാ അമ്പിളി? നീ സ്ത്രീയും ഞാൻ പുരുഷനും അല്ലേ. എടി, ഞങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതല്ലേ. എങ്ങനെ 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 എങ്ങനെ? അത് നീ രഘുവേട്ടൻ പള്ളിയിൽ പോയി പറഞ്ഞാ മതി. എവിടെ? പള്ളിയില്. ഈ ചിക്കൻ ഫ്രൈ എടുത്തിട്ടേ ഇങ്ങ് വാ. കഴിക്ക്, അങ്ങനെ കഴിക്ക്. എടി അമ്പിളി, നീ പറഞ്ഞു അടിച്ചാ മതി. നീ എന്തിനാ ഒഴിക്കുന്നേ? വെള്ളം എടുത്തേ, വെള്ളം എടുക്ക്. വെള്ളം ഒഴിക്കും. ആ മതി. സത്യ, ഇറങ്ങോ. വാ. ഭാനുമ്മയെ കുറെ നാളായല്ലോ കണ്ടിട്ട്. ഭാനുമ്മയുടെ വിശേഷം ചോദിച്ചിട്ട് പോവാൻ ശ്യാമേ. അത് മതി. നേരത്തെ പോയിട്ട് വലിയ അത്യാവശ്യങ്ങളൊന്നുമില്ലല്ലോ. നമസ്കാരം ഭാനുമ്മേ. ഈ വഴിക്കൊന്നും കാണാനില്ലല്ലോ. ഭാനുമ്മ ഇപ്പൊ ഭയങ്കര ബിസിയല്ലേ സത്യേട്ടാ? ഒരു വീടിന്റെ മുഴുവൻ ഉത്തരവാദിത്വം ഇപ്പൊ ഭാനുമ്മയ്ക്കല്ലേ? ഓ, കളിയാക്കല്ലേ മോളെ. ഭാനുമ്മ കഥയിലുണ്ടെന്നേ ഉള്ളൂ, കാഴ്ചയിലില്ല. ആ വീട്ടിലിപ്പൊ ഞാനും മഞ്ചാടിയും മാത്രമേ ഉള്ളൂ. അതവിടെ ഇരുന്ന് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നത് കൊണ്ടേ ആരും അങ്ങോട്ട് ശല്യം ചെയ്യാൻ വരാറില്ല. അവക്ക് വെച്ചു വിളമ്പിയും കൊടുത്ത് ഞാനും അവിടെ തന്നെ അങ്ങ് കൂടും. അപ്പോ രഘുവേട്ടൻ അവിടെ നിന്ന് പോയോ? അതൊക്കെ എപ്പോഴേ പോയി. മഞ്ചാടിയുടെ പരീക്ഷയും കൂടെ കഴിഞ്ഞാ അവിടെ പിന്നെ ആരും ഉണ്ടാവില്ല. ഞാനും വഴിയാധാരാവും. ഭാനുമ്മയ്ക്ക് ഇവിടെ ഒന്ന് നിന്നൂടെ? ഞങ്ങളെയൊക്കെ ഭാനുമ്മ മറന്നതല്ലേ? ഏയ്, ആരെ മറന്നാലും നിങ്ങളെയൊക്കെ ഭാനുമ്മ മറക്കുവോ മക്കളെ? ഭാനുമ്മ കേറി വാ, മഴ വരുന്നു. വാ. അല്ല, സുശീല ഇവിടെ ഇല്ലേ മക്കളെ? അമ്മ കുളിക്കുകയാണെന്ന് തോന്നുന്നു, ഇപ്പൊ വരും. ഭാനുമ്മ കയറിയിരിക്കെ, ഞാൻ ചായ എടുക്കാം. അല്ല, ഭാനുമ്മ ഉടനെ പോവില്ലല്ലോ. ഞങ്ങൾ ട്രാവൽസിലേക്ക് പോവാ. നമുക്ക് ഉച്ചയ്ക്ക് കാണാം. നിങ്ങൾ പോവാൻ വരട്ടെ. ഞാനേ ഒരു കാര്യം അറിയാൻ വന്നതാ.